ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ വെളുപ്പിനിപ്പോൾ ഏകദേശം ഒരു 6 മണിയൊക്കെ കാണുമായിരിക്കും. അപ്പോൾ ഞങ്ങൾ തന്നെ വിചാരിച്ചു, ഞാൻ എൻ്റെ അപ്പനും വിചാരിച്ചു ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന്. ഒരു സ്മോൾ ട്രിപ്പ് പോലത്തെ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യാനൊക്കെ. അപ്പം അങ്ങനെ ഞങ്ങൾ നേരെ വിട്ടു, ബൈക്ക് നോക്കണം. അങ്ങനെ പോയി എങ്ങോട്ടാ പോകുന്നത് വെച്ചാൽ ഞങ്ങൾ തട്ടേക്കാട് നിന്ന് അടുത്തേക്കാണ്. തട്ടേക്കാട് കാണാൻ മാത്രം എന്തുണ്ടെന്ന് വെച്ചാൽ പക്ഷി സങ്കേതമാണ്. അപ്പോൾ പക്ഷികളൊക്കെ ഒന്ന് വിശദീകരിച്ച് അങ്ങനെ നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്യും. ആ സാധനം വായി കിട്ടുന്നില്ല, വട്ടവട്ടരെ. അപ്പം നമ്മളത് നോക്കാൻ പോവുകയാണ്. അങ്ങോട്ടുള്ള വഴിയൊക്കെ നല്ല സെറ്റപ്പ് വഴിയാണ്. കാരണം നല്ല കാടും മതി നല്ല കുറച്ചുണ്ട്, എന്നുവെച്ചാൽ കാടൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം വെയിലൊന്നുമില്ല, നമുക്ക് സുഖമായിട്ട് പോകാം. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, ചെറിയ രീതിക്ക് ഒരു തണുപ്പൊക്കെ ഉണ്ട്. രാവിലെ പോകുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ പോയാൽ നമുക്ക് പക്ഷികളെയൊക്കെ കാണാൻ പറ്റും. എല്ലാവരെയും കാണാൻ പറ്റും, ഉച്ചയ്ക്ക് ഭാഗ്യം വേണം കാണണമെങ്കിൽ. അങ്ങനെ കാട്ടിൻ്റെ അകത്തേക്ക്, കുറച്ച് കാടിൻ്റെ അകത്തേക്ക് കയറി പോകേണ്ട ആവശ്യമുണ്ട് നമുക്ക് കാണണമെങ്കിൽ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ റോഡ് വൈസ് നല്ലതാണ്, നല്ലൊരു ഫാമിലിയായിട്ട് ട്രിപ്പൊക്കെ പോകാൻ പറ്റിയ സെറ്റപ്പ് ഉണ്ട്, എനിക്കങ്ങനെ തോന്നി. പിന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആനയൊക്കെ വന്ന വഴിയാന്നൊക്കെ കുറേയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആനൊന്നും വരില്ലായിരിക്കില്ലേ? യാ അങ്ങനെ റോഡിൽ എനിക്കൊന്നും കുണ്ടും കുഴിയൊന്നും ഇല്ലയെന്ന് എനിക്ക് തോന്നി. അങ്ങോട്ട് പോകുന്ന വഴിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് മിക്ക ഒരു 35 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെ പോകുന്നുണ്ട്. ശരിയാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറ്റില്ല അയ്യോ. പിന്നെ നമ്മൾ ഒരു ഇച്ചിരിയും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ എത്താറാവുന്നതിന് ഒരു മുന്നേ തന്നെ ഒരു വലിയ പാലമുണ്ട്. വൻ പാലമാണ്. കാരണം രാവിലെ പാലത്തിന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കുരങ്ങന്മാരായിരിക്കും. ആ ഒരു പാലം നിറച്ച് അത്യാവശ്യം നല്ല രീതിക്ക് കുരങ്ങന്മാരുണ്ടാവും. അപ്പോൾ ശ്രദ്ധിക്കുക, കയ്യിലിരുന്ന സാധനങ്ങളൊക്കെ ഒന്ന് മുറുക്കി പിടിക്കാൻ നോക്കുക. കുരങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ ഫോൺ പോയാൽ പോയതാണ്, അത് ആലോചിക്കുക. അപ്പോൾ അത് മറക്കരുത്. അങ്ങനെ പോകുന്നുണ്ടവർ ഫോൺ സ്വന്തമായി പിടിക്കുക, സൂക്ഷിച്ച് പിടിക്കുക. ഇല്ലെങ്കിൽ സാധനം അങ്ങ് കൊണ്ടുപോകും, പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. പിന്നെ അവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. നല്ലൊരു വ്യൂ സെറ്റാണ്. അത്യാവശ്യം രാവിലെ ആയതുകൊണ്ട് കുറച്ച് വെയിൽ കുറവുണ്ട്, അപ്പം നല്ല രീതിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു ഇതാണ്. അപ്പം വെള്ളമുണ്ട്, നല്ല രീതിക്ക് വെള്ളമുണ്ട്. അപ്പോൾ ഇതാ എത്താറായ ഒരു സീനാണ് കാണുന്നത്. അവിടെ ഈ പക്ഷി സങ്കേതത്തിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് അമ്പലം വരുന്നത്, നിങ്ങൾക്ക് കാണാം. പിന്നെ ഇതേ പോണതാണ് എൻ്റെ അപ്പൻ. ഈ കാണുന്നതാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. ശ്രദ്ധിക്കുക, ഉള്ളി ഗൂഗിൾ പേക്ക് മാത്രമാണ് അവിടെ അലോ ഉള്ളൂ. പൈസ കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല, പൈസ അവർ അലോ ചെയ്യുന്നില്ല. ഇതേ കാണുന്നതാണ്, ഞാനിപ്പോൾ കാണിച്ചതാണ് ടിക്കറ്റ്. അപ്പം ഇതിൻ്റെ എൻട്രൻസ് ആണ്. എൻട്രൻസ് നമ്മൾ കയറി കഴിഞ്ഞിട്ട് നമുക്ക് കാണാനാകെ കുറച്ചധികം സാധനങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ഇവർക്ക് മൃഗങ്ങളങ്ങനെ പൂട്ടിയിട്ട് വളർത്താനൊന്നും പറ്റത്തില്ല, അതൊന്നും അപ്പീലല്ല. കുറച്ച് കഴിയുമ്പോൾ ഇവർ കാട്ടിലേക്ക് തന്നെ അയച്ചു വിടും. അപ്പം അങ്ങനെയുണ്ട്. അപ്പം ഞങ്ങൾ ആദ്യം കാണാൻ പോയത്, ഞാൻ മയിലിനെ കാണാനാണ് പോയത്. ബട്ട് അപ്പം പറഞ്ഞുകൊണ്ട് ചെറുതായിട്ടൊന്ന് മീനൊന്ന് കാണിച്ചേക്കാന്ന് പറഞ്ഞിട്ടാണ് വന്നത് ഞാൻ. കൊള്ളാം. അപ്പം മീനൊക്കെ നമ്മളെല്ലാവരും കാണുന്നവരല്ലേ. അപ്പം ഇതിൻ്റെ തന്നെ ഞാൻ നോക്കാൻ പോയപ്പോഴാണ് കുറച്ച് കുഞ്ഞു മീനുകളൊക്കെ ഉണ്ട്. ഈ കാർപ്പാന്ന് എനിക്ക് തോന്നുന്നു. എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങ് പോയപ്പോഴാണ് നല്ല സുന്ദരിയായ ഒരു മയിലിനെ ഞാൻ കണ്ടത്. കൊള്ളാമല്ലേ, നല്ല ലുക്കൊക്കെ തരുന്നുണ്ട് ആശാൻ. ആശാൻ തന്നെയാണ് ഗൈസ്, ആൺകുട്ടിയാണല്ലോ അല്ലേ. അപ്പം നല്ല ലുക്കൊക്കെ തരുന്നുണ്ട്. അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴാണ് പുള്ളി കാറുന്നത് കേട്ടോ, അത് വേറൊരു കാര്യം. ഇവനെയും കാണാൻ കൊള്ളാം. പിന്നെ ആ കാണുന്ന മൂങ്ങ ഒറിജിനൽ അല്ല കേട്ടോ, ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പം അങ്ങനെ ഇവരൊക്കെ ഞാൻ കണ്ടപ്പോൾ രസമുണ്ട്. പിന്നെ പൈത്തൺ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ കയറി, എന്ന് വെച്ചാൽ പൈത്തനെ കണ്ടില്ല. ബട്ട് കുറച്ചും കൂടെ സൂം ചെയ്തപ്പോൾ നോക്കിയപ്പോഴാണ് പൈത്തൻ അവിടെ ഇരിക്കേണ്ടത് ഗൈസ്. കുഞ്ഞതാണ് കേട്ടോ, അത്യാവശ്യം വലിയ പൈത്തനൊന്നുമല്ല, ചെറുതാണ്. പക്ഷേ നല്ല വിഷം ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇതേ കാണുന്നതാണ് പൈത്തൻ. കണ്ടോ. പിന്നെ ഗൈസ് ഫാമിലിയായിട്ട് വന്ന് ഇവിടെ പിള്ളേർക്ക് കളിക്കാൻ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവങ്ങളെ നോക്കി കഴിഞ്ഞാൽ നല്ല പ്രകൃതി മനോഹരമായി കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. പിന്നെ ഇവിടെ ഒരു ഏറുമാടം ഉണ്ട്. ഞാൻ ആ മണ്ടയ്ക്കൊന്ന് കയറിയായിരുന്നു, അത് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അത്യാവശ്യം കുറേ മലയൊക്കെ ഉണ്ട്, നമുക്ക് നന്നായിട്ട് കാണാം, നല്ല വ്യൂ ആയിട്ട്. അപ്പം ഇത് റോഡാട്ടോ, ആ കാണുന്ന പാലം വന്നേക്കുന്ന റോഡ്. ഇത് ആണ് ആ ഏർമാടം. ഞാൻ ഒന്ന് കയറിയായിരുന്നു, നല്ല
അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഓർത്തു ഇപ്പം എൻ്റെ കയ്യിൽ ഇരിക്കുമെന്ന് ഞാൻ ആലോചിച്ചു, ബട്ട് ഇരുന്നില്ല കേട്ടോ. സംഭവം നല്ല സൂപ്പറായിരുന്നു. കയറിയപ്പോൾ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെ ഇറങ്ങും എന്നുള്ള ഡൗട്ടിലുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നല്ലതായിരുന്നു. അത്യാവശ്യം നല്ല രീതിക്ക് വീതിയൊക്കെ ഉണ്ട്. മേളിൽ നിന്ന് നോക്കിയാൽ നല്ല വ്യൂ ആണ് അങ്ങോട്ടൊക്കെ കാണുന്നത്. നല്ല രീതിക്ക് നമുക്ക് കാണാം. ഞാൻ നേരെ എന്താണ്ടൊക്കെ നോക്കേണ്ട സാധനം വല്ല പൊട്ടി വീഴുമെന്നൊക്കെ ഞാൻ ഒന്ന് നോക്കിയത്, ഇല്ല, നടന്നില്ല. പൊട്ടിയൊന്നും വീണില്ല, അത് വേറൊരു കാര്യം. പിന്നെ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് അപ്പുറത്തെ സൈഡിലേക്ക് നോക്കിയാൽ എന്ത് കാണുമെന്ന് അറിയാൻ വേണ്ടി ചെന്നൊന്ന് നോക്കി. എന്താണ്ടൊക്കെ കണ്ടു, ഞാൻ ഓർക്കുന്നില്ല. പിന്നെ അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ട് കഴിഞ്ഞിട്ട് പയ്യെ ഇങ്ങ് ഇറങ്ങി വരാമെന്ന് ആലോചിച്ചു. അപ്പോഴാണ് ഞാൻ ഇറങ്ങിയപ്പോൾ എന്തോ ഒരു അപാകത ഇല്ലാതില്ല. എന്നാലും കുഴപ്പമില്ല, ഞാൻ ഇറങ്ങി. ചടപടാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. എന്നിട്ട് പിന്നെ ആലോചിച്ചു എന്താ ചെയ്യണ്ടേ. കുഴപ്പമില്ല, എന്നാലും കൊള്ളാം, ക്യാമറ തരൂ. അപ്പോൾ ഓക്കെ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ചും കൂടെ നമുക്ക് നടക്കാൻ കുറച്ച് സ്ഥലമുണ്ട്. അപ്പം ഞാനിങ്ങനെ നടന്ന് പോയി. ഞാനും നടക്കുന്നുണ്ട്, എൻ്റെ പുറകെ എൻ്റെ അപ്പനും മുന്നിൽ എൻ്റെ അപ്പൻ നടക്കുന്നുണ്ട്. അപ്പം പറഞ്ഞ് ഇത് ബോട്ടൊക്കെ കൊണ്ട് ഇടുന്നതാണ്, അവിടെ ഫുൾ വെള്ളം കയറുന്നതാണ്. ഇപ്പം ഡാം അടച്ചിട്ടേക്കുക. അവിടെ ചെറിയൊരു ഡാമുണ്ട്, ആ ഡാം അടച്ചിട്ടേക്കുക. അതുകൊണ്ട് ഇപ്പോൾ വെള്ളമൊന്നും അവിടെ ഇല്ല. വെള്ളം കയറുവാണെങ്കിൽ ഇതുപോലെ ബോട്ടൊക്കെ അവിടെ കൊണ്ട് കൂട്ടി അങ്ങനെയൊക്കെ വെക്കാൻ ആണ്. അപ്പം ഞാൻ പാലത്തിനൊക്കെ സൂം ചെയ്ത് നോക്കി, കുഴപ്പമൊന്നുമില്ല, തകരാറൊന്നുമില്ല എന്നെനിക്ക് തോന്നുന്നു. അങ്ങനെയൊക്കെ. എന്നിട്ട് പിന്നെ വീണ്ടും അവിടെ നിന്ന് കുറച്ചെടുത്തിട്ട് റൈറ്റ് കുറച്ചും കൂടെ നമ്മൾ പോവാം. മേളിലേക്ക് നടന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കുറേ ചെടിയൊക്കെ നട്ടുപിടിപ്പിച്ചേക്കണ കാണാം. കണ്ടോ, ഹൈ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഹൈ ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എൻ്റെ അപ്പൻ്റെ ഹൈക്കൊന്ന് സ്വീകരിക്കാം. അപ്പോൾ കുറച്ചും കൂടെ കഴിയുമ്പം ഇത് മൊത്തം ചെടിയുടെ ഒരു സെക്ഷനാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് പൂവൊക്കെ പൂത്തിട്ടുള്ളൂ, ഇനി കുറച്ച് കഴിയുമ്പോൾ പൂക്കുമായിരിക്കും. അപ്പോൾ അതിനും പറഞ്ഞിട്ട് അവിടെ നിന്ന്